ചരൺ, ഗുഡ് മോർണിംഗ്. റോഷ്നി, ഗുഡ് മോർണിംഗ്. എല്ലാവരും വ്യായാമമൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? നമ്മുടെ ഒരു പ്രേക്ഷകൻ സനു ചോദിക്കുകയായിരുന്നു, രാവിലെ ജിമ്മിൽ പോകുന്ന ആളുകളൊന്നും ഇല്ലേ എന്ന്. ജിമ്മിലൊക്കെ പോകാറുണ്ടോ ശരൺ? റോഷ്നി നേരത്തെ ജിമ്മിൽ പോയിരുന്നു. ഇപ്പോൾ തിരക്ക് കാരണം അധികം പോകാൻ കഴിയാറില്ല. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇങ്ങനെ രാവിലെ എങ്കിൽ നടക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വാക്ക് വേയിൽ നോക്കുക, എന്ത് രസകരമായിട്ടാണ് ആളുകൾ രാവിലെ വളരെ പോസിറ്റീവോട് കൂടി വലിയ പ്രതീക്ഷയോട് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതെ, അപ്പൊ ഈ ദിവസം സജീവമാവുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണത്. നമുക്ക് ഈ കൊച്ചിയിൽ സംവിധായകർ പ്രതികളായ ലഹരി കേസ്, അതിലേക്ക് വരാം. അതിലിപ്പോൾ സുഹൃത്ത് ഷാലിഫ് മുഹമ്മദിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ എക്സൈസ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഷാലിഫിന്റെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. കഞ്ചാവ് എത്തിച്ച ഇടനിലക്കാരനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താണ് ഒരു പ്ലാൻ അന്വേഷണത്തിന്റെ? റോഷ്നി, ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഇടനിലക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കഞ്ചാവ് എത്തിച്ച ഇടനിലക്കാരനായുള്ള അന്വേഷണം സജീവമായി തന്നെ തുടരുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പോൾ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഷാലിഫ് മുഹമ്മദിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ്. അതായത് ഈ ഷാലിഫ് മുഹമ്മദാണ് സംവിധായകർക്ക് കഞ്ചാവ്, അതായത് സുഹൃത്ത് വഴി ഇടനിലക്കാരൻ കഞ്ചാവ് എത്തിച്ചു നൽകുന്നത്. ഷാലിഫ് മുഹമ്മദാണ് ആ സംവിധായകർക്ക് ഇത് കൈമാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാലിഫ് മുഹമ്മദിനെ ഏതെങ്കിലും തരത്തിൽ ഈ ലഹരി ഇടപാടുകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയത്തിൽ കൂടിയാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഒപ്പം തന്നെ ഫോൺ രേഖകളൊക്കെ തന്നെ എക്സൈസ് ശേഖരിച്ചിരുന്നത്. അങ്ങനെ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഷാലിഫ് മുഹമ്മദിനെ വീണ്ടും വിളിച്ചു വരുത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാൾക്ക് വീണ്ടും നോട്ടീസ് നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും വീണ്ടും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എക്സൈസ് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നമ്മൾ കണ്ടിരുന്നതാണ്. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ രണ്ട് യുവ സംവിധായകരും ലഹരി ഉപയോഗത്തിനുള്ള ശ്രമം നടത്തിയിരുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് അവിടേക്കാണ് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗത്തിനായിട്ട് ഫ്ളാറ്റ് വിട്ടു നൽകിയതിനാണ് സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. അങ്ങനെ സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ യുവ സംവിധായകരുടെ സുഹൃത്തായിട്ടുള്ള ഈ ഷാലിഫ് മുഹമ്മദിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എക്സൈസ് എത്തിയിരിക്കുന്നത്.